അല്ല, സുകുമാരൻ നായർ മാത്രമല്ല പ്രശ്നം. സുകുമാരൻ നായർക്ക് ശേഷമായാൽ വരാൻ പോകുന്ന ആരാ? അതിനെക്കാട്ടി കഞ്ഞിയായിട്ടുള്ള ഒരുത്തനായിരിക്കും. ആ വാക്ക് തന്നെ ഉപയോഗിക്കാം. അതിനകത്ത് ആണുങ്ങളായിട്ടുള്ള ഏതെങ്കിലും ഒരുത്തന ഡയറക്ടർ കൊണ്ടുണ്ടോ? പറ, ആരെങ്കിലും വെച്ചിട്ട് പറയൂ. ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? നട്ടലുള്ള വഴപ്പിണ്ടി വെച്ചിട്ടുള്ളവരല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ അതിനകത്തുണ്ടോ? അങ്ങനെയുള്ളവരൊക്കെ പുറത്തു പോയിട്ടുണ്ട്, അഭിപ്രായമുള്ളവര്. ഷാജി പറഞ്ഞു മതമാണ് പ്രശ്നം. അതോടെ വലിയ ചർച്ചയായി. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എന്റെ അഭിപ്രായം. ഷാജിക്ക് അത് ശരിയാണെങ്കിൽ നിങ്ങളും പറയണം മതമാണ് പ്രശ്നമൊന്നും. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തോട് ആഭിമുഖ്യം വേണം. പലപ്പോഴും തള്ളി പറയുന്നുണ്ട് ക്രിസ്തുമതം. കേസായി, വഴക്കായി, കോടതിയായി. ആ മാർ ആലഞ്ചേരിയെ കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ 100ാം വാർഷികം. നമുക്കൊരു ക്വാളിറ്റി വേണ്ടി. നമസ്കാരം, ഭാരത് ലീവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി നായർ ഐക്യവേദിയുടെ ചെയർമാൻ പെരുമറ്റം രാധാകൃഷ്ണനാണ്. NSSഉം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മുഖ്യമന്ത്രിയും BJP എന്ന് പറയാൻ കഴിയില്ല, ഒരുപക്ഷെ സുരേഷ് ഗോപി തുറന്നുവിട്ട ഒരു ഭൂതം, അത് വലിയ രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചർച്ചയാവുകയാണ്. അണികളെ ഇളക്കി വിട്ട് തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധമൊക്കെ സുകുമാരൻ നായർ നടത്തി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ സുകുമാരൻ നായരുടെ ഈ ഒരു തലമുറ മാറ്റം, NSSൽ ഒരു തലമുറ മാറ്റം അനിവാര്യമല്ലേ? സംസ്ഥാന ഒരു ഭാരവാഹി, നായർ ഐക്യവേദിയുടെ ഒരു ചെയർമാൻ എന്ന രീതിയിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? അല്ല, ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ചങ്ങനാശ്ശേരിയുടെ പറ്റി ധാരാളം വാർത്തകൾ നെഗറ്റീവായിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 10-17 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ സമസ്ത നായർ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അടുത്ത കാലത്താണ് ഞങ്ങൾ ഈ നായർ ഐക്യവേദി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. യഥാർത്ഥത്തില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങള് ഈ പമ്പയില് ശ്രീ പിണറായി വിജയന്റെയും സുകുമാരൻ നായരുടെയും നേതൃത്വത്തിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ നായർ സമുദായം രംഗത്ത് വന്ന സമയത്താണ് കരയോഗങ്ങളിലുള്ള ആൾക്കാർ, പ്രത്യേകം ശ്രദ്ധിക്കണം, കരയോഗങ്ങളിലുള്ള ആൾക്കാർ കരയോഗങ്ങളുടെ മുമ്പിൽ ബോർഡ് വെച്ചു. സുകുമാരൻ നായർ എന്ന് പറയുന്ന അതിന്റെ ജനറൽ സെക്രട്ടറിയെ പറ്റി വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഇറങ്ങിപ്പോ അതിന്റെ ബാക്കി വളരെ നമുക്ക് സഭ്യമായി പറയാൻ പറ്റുന്ന വാക്കുകളല്ല പറഞ്ഞത്. അപ്പൊ ഈ സമയത്താണ് നമ്മൾ വിചാരിച്ചത് എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്തില്ലെങ്കിൽ നായർ സമുദായത്തിന്റെ കാര്യം വളരെ ഘട്ടത്തിലായി പോകും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നായർ ഐക്യവേദി ഫോം ചെയ്തത്. അപ്പൊ നായർ ഐക്യവേദി ഫോം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു റെസ്പോൺസ് എന്താന്ന് ചോദിച്ചാല്, കേരളത്തിലെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം നായർ സംഘടനകളുണ്ട്. ഇപ്പം അമേരിക്കയിലുണ്ട്, അതുപോലെ ന്യൂയോർക്കിലുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള നായർ സംഘടനകൾ ഞങ്ങളെ ബന്ധപ്പെട്ടു തുടങ്ങി. എന്തെങ്കിലും ചെയ്യണം. ഞങ്ങൾ അതിന് മുന്നേ തന്നെ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാല്, ഏകദേശം ഒരു 50 ലക്ഷത്തോളം നായന്മാരാണ്, 45-50 എന്നുള്ള ഒരു അസംഷൻ അങ്ങനെയാണ്. അതിൽ 99% ആൾക്കാരും ഈ നേതൃത്വത്തിനെതിരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വളരെ ഗൗരവത്തെ ഞാനത് കാര്യകാരണ സഹിതം പറയും. 99% നായന്മാരും നേതൃത്വത്തിനെതിരാണ്, അവരെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ഇതിന്റെ താഴെ വരുന്ന ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് NSS അതിന്റെ കമന്റ് ബോക്സ് കൂട്ടിയിട്ടേക്കുകയാണ്. കാരണം അത് തുറക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം പ്രതികരിക്കുന്നത് ഇതര സമുദായക്കാരല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതൃത്വമാണ് ചങ്ങനാശ്ശേരിയിൽ ഇരിക്കുന്നത്. എന്റെ ഭാഷയിൽ അതിന് ഉപയോഗിച്ചാൽ ഇതിന് നായർ സമുദായമായിട്ട് ഈ നേതൃത്വത്തിന് യാതൊരുവിധ ബന്ധവുമില്ല. ഇവര് ശ്രീ VD സതീശനെ കാണാൻ പോയെന്ന് പറയുന്നത് നായർ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായ ഇപ്പൊ ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. അത് നടപ്പാക്കണമെന്ന് പറയാനോ അതല്ലെങ്കിൽ നായർ സമുദായത്തിന് ഇന്ന തുല്യ നീതി വേണമെന്ന് ആവശ്യപ്പെടാനോ ഒന്നുമല്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നായർ സമുദായവും NSS നേതൃത്വമായിട്ട് പണ്ടത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുല ബന്ധം ഇല്ല. ഇതാണ്. അപ്പോ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും അണികൾ പ്രതിഷേധിച്ചിട്ടും ഒരു നേതൃമാറ്റം അല്ലെങ്കിൽ മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരാത്തത്? അല്ല, അത് വളരെ രസകരമാണ്. അതൊരു കമ്പനീസ് ആക്ട് പ്രകാരമാണ് അത് പ്രവർത്തിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് നിയമപരമായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ കമ്പനി പൂർണ്ണമായിട്ട് നിയമപരമായിട്ടല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റുകളെ താങ്ങി നിർത്തുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട്, എന്നാൽ താനാണ് താങ്ങി നിർത്തിയിരിക്കുന്നതെന്ന് തോന്നിക്കും. വളരെ ശക്തനായിരുന്നെന്ന് പറഞ്ഞ പിണറായി വിജയനെ പോലും അവസാനം വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഞങ്ങൾ താങ്ങിയാൽ ഇത് നിൽക്കും, ഞങ്ങൾ വിചാരിച്ചാൽ അടുത്ത ഗവൺമെന്റ് വരും. വാസവൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല, ഒരു 7ാം കൂലിയെ പോലെ നമ്മൾ ശ്രദ്ധിച്ചാണ് കേരള രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത
ഒരു പാർട്ടിയുടെ മന്ത്രിയായി അല്ലെ MLA ആയി എന്നുള്ളതിലുപരി വേറെ യാതൊരുവിധ സ്വന്തമായിട്ട് ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാത്ത വാസവൻ പോലും അവസാനം അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കാല് പിടിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ട. അപ്പൊ ഒരു കൂട്ടം വിഡ്ഢികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ, രാഷ്ട്രീയ വിഡ്ഢികളും. അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്നാൽ പരസ്പര പണ്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, 2ാം ലോക മഹായുദ്ധ കാലത്ത് പരസ്പര സൈനിക സഹായ സഹകരണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കൊടുത്തും വാങ്ങിച്ചുമുള്ള ഒരു റിലേഷൻ. നമ്മുടെ കേരളത്തിലെ പൊതുരംഗത്തുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും ഭാര്യമാര് NSS ജോലിയുള്ളവരാണ്. MP മാരുടേതുണ്ട്. ഒരു MP യുടെ ഭാര്യ റിട്ടയർഡ് ആയതേ ഉള്ളൂ. ഒരു MP യുടെ ഭാര്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് പുരോഗമനമാണ്, ഒന്ന് രാജ്യാന്തര തലത്തിലാണ്, വേറൊന്ന് സെക്യുലറാണ്, പിന്നെ പത്രപ്രവർത്തകരുടെ അല്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഇതൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് കൃത്യമായിട്ട് നായർ ഐക്യവേദി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അതിനകത്ത് ഒരു പരിധിവരെ പറഞ്ഞാൽ സുകുമാരൻ നായർ വിജയിച്ചു നിൽക്കുവാണ്. കാരണം ഒരു കൂട്ടം വിഡ്ഢികളാണ് അവിടെ ഇവിടെ എല്ലാം കിടന്നിങ്ങനെ ഓരോന്ന് പറയുന്നത്. നോക്കൂ, ഇന്നലെ 100-എങ്കിൽ 100 പാവപ്പെട്ട സ്ത്രീകളെയെങ്കിലും തിരുവനന്തപുരത്ത് ഇറക്കാൻ അവർക്ക് സാധിച്ചില്ലേ? എന്തിനാണ് അവർ തിരുവനന്തപുരത്ത് നഗരത്തിൽ ഇറങ്ങിയത്? അവർ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് അവർ തിരുവനന്തപുരത്ത് ഇറങ്ങിയത്? ഏത് ആവശ്യമാണ് അവരുടേത്? പറയൂ, എന്താണ് അവരുടെ, വാട്ട് ഈസ് ദ ഡിമാൻഡ്? അവരുടെ സമുദായത്തിന് യാതൊരു കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനാണോ? ഒന്നുമല്ല. ഇതൊരു കച്ചവടം. പരസ്പര സമ്മതത്തോടെയുള്ള നമ്മൾ ചില ബന്ധങ്ങളോടെ പരസ്പര സമ്മതത്തോടുള്ള ചില കാര്യങ്ങൾ മാത്രം നടത്തിയെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് കമ്മ്യൂണിറ്റി അവഹേളിതമായിരിക്കും യഥാർത്ഥത്തിൽ. കേരളത്തിലെ ഉജ്ജ്വലമായിരുന്ന, നമുക്കിപ്പം അഭിമാനത്തോടുകൂടി പറയാം, ഒന്നുമില്ല, ഒരു നമ്മുടെ സമുദായത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും ഇപ്പൊ ബഹിരാകാശത്ത് വരെ പോയിട്ടുണ്ട് ഈ ലോകത്ത്, ഇന്ത്യയെ പ്രതിനിധീകരിച്ചു അല്ലേ? ഇപ്പോഴും നമുക്ക് ഒരു പകുതിയാണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വലിയ അഭിമാനത്തോടെ കാണുന്ന ബുദ്ധിരാക്ഷസന്മാരായ ഒരു സമുദായത്തെ ഇന്ന് വിഡ്ഢികളുടെ ഒരു കൂടാരമായിട്ട് അല്ലെങ്കിൽ വിഡ്ഢികളുടെ ഒരു കൂട്ടായ്മയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അത് വളരെ അപമാനകരമാണ്, നമ്മുടെ സങ്കടകരമാണ് ആ അവസ്ഥ. യഥാർത്ഥത്തിൽ ഒരു മാറ്റം ശരിക്കും വരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ അണികൾ ഇത് തിരിച്ചറിയാൻ വൈകുന്നത്? അതൊരു കൃത്യമായി അതൊരു നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ലീഡ് ചെയ്യാൻ ആരെങ്കിലും ഇല്ലാത്തത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതാണ് പ്രശ്നം, അവിടാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സംഘടന അത്ര ഞങ്ങൾ ഈ ബഹളം വയ്ക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്ര സിമ്പിൾ അല്ല. ഞങ്ങൾ കൃത്യമായിട്ട് ഈ സമുദായത്തെ പറ്റി പഠിക്കുന്നുണ്ട്. ഈ സമുദായത്തിന്റെ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം ഈ സമുദായത്തിലുള്ള അഭ്യസ്ത വിദ്യരായ നമ്മുടെ യുവാക്കളും അതുപോലെ ബാക്കിയുള്ളവരും രംഗത്ത് വരാത്തത് മാത്രമാണ്. അവർ രംഗത്തേക്ക് വന്നാൽ ഇത് മാറും. നമ്മൾ ഒരു സംവിധാനത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനമല്ലേ എപ്പോഴും വേണ്ട. ഇപ്പൊ നോക്കൂ, ഞാൻ മെനഞ്ഞാത്തൊരു ഇന്റർവ്യൂവിൽ ഞാൻ അതിങ്ങനെ പറഞ്ഞു. എന്താണ്, കേരളത്തിലെ ഒരു തൊട്ട് മുമ്പ് ഒരു മുഖ്യമന്ത്രി നാട്ടിലെല്ലാം ബോർഡ് അടിച്ചു വെച്ചിട്ട് ആരുണ്ടടാ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ആണുങ്ങൾ പറഞ്ഞു ഞങ്ങളുണ്ടടാ ഇവിടെ എന്ന് പറഞ്ഞു, ഇറങ്ങി പോടാന്നും പറഞ്ഞു. ഇല്ലേ? ജനവിരുദ്ധ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി നാട്ടിലെല്ലാം ഫ്ലക്സ് ബോർഡുകൾ, ജനങ്ങളുടെ പൈസയ്ക്ക് തന്നെ ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചിട്ട് ചോദിച്ചു, ഈവൻ കമ്മ്യൂണിസ്റ്റുകാരെ ഉൾപ്പെടെ വിളിച്ചിട്ട് ചോദിച്ചു ആരുണ്ടടാ? അപ്പൊ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ഞാനുണ്ട്, മറ്റേ ഗോവിന്ദൻ പറഞ്ഞു ഞാനുണ്ട്, സുധാകരൻ പറഞ്ഞു ഞാനുണ്ട്. അപ്പൊ ആണുങ്ങൾ കുലത്തി പറഞ്ഞവരുമായിട്ടുള്ള ആളുകൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായി. പക്ഷെ നായർ സമുദായത്തിൽ അങ്ങനെ രംഗത്ത് വരാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിന് പകരം ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ നേരം വെളുത്ത പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുലഭ്യം പറയുകയല്ല വേണ്ട, ആക്ഷൻ പ്ലാൻ വേണം. ചങ്ങനാശ്ശേരിയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ മാർച്ച് ചെയ്ത് കൂടും കുടക്കുകയും പുറത്തെടുത്ത് എറിഞ്ഞിട്ട് പിടിച്ചടക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യണ്ട. അവരാണ് നിയമവിരുദ്ധമായിട്ട് ജനാധിപത്യ രീതിയിൽ തന്നെ. ജനാധിപത്യ രീതിയിൽ ഞാൻ ഈ പറയുന്ന അക്രമത്തിന്റെ മാർഗമല്ല. ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മൾ അക്രമത്തിന്. ഒരിക്കലും അങ്ങനെയല്ല. ലക്ഷക്കണക്കിന്, ഞങ്ങൾക്ക് താല്പര്യമില്ല താങ്കൾ അവിടെ ഇരിക്കുന്നതിന്. ഇത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വത്താണിത്. മന്നത്ത് പത്മനാഭൻ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ടീമും എത്ര പേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്? അവരുടെയൊക്കെ തലമുറകൾ ഇവിടെ ഇല്ലേ? അപ്പൊ അവർക്ക് അർഹതപ്പെട്ടതല്ലേ അത്? മനസ്സിലായില്ലേ? സിംഗപ്പൂരിലും മലയാളിലും ഒക്കെ പോയി പണം പിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവരുടെ തലമുറകളിലൂടെ ഉണ്ട്. അവർക്ക് അർഹതപ്പെട്ടതാണ്. ഇത് ഹോൾ കമ്മ്യൂണിറ്റിയാണ്, നായർ കമ്മ്യൂണിറ്റിക്ക്. അതിന് ഇവര് ചെയ്ത എന്താണെന്ന് ചോദിച്ചാല്, ഇത് കമ്പനീസ് ആക്ട് പ്രകാരം ആയതുകൊണ്ട് അതിനൊരു തട്ടിക്കൂട്ടൽ ഡയറക്ടർ ബോർഡ് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഡിൻ നമ്പർ ഇല്ല, അതിന് നിയമപരമായ ഡിൻ നമ്പർ ഇല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ഇപ്പൊ കുറെ ആൾക്കാർ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നാട്ടിൽ. പക്ഷേ അത് ബലവത്തായി വരണമെങ്കിൽ സംഘടിതമായ മുന്നേറ്റം വരണം.
സംഘടിതമായ ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ടത് നമ്മൾ ചെറുതായിട്ട് കണ്ടത്, സമീപ ഭാവിയിൽ തന്നെ ചിലപ്പോൾ ഒരു നായർ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പാവപ്പെട്ട ഈ ആടുതല്ലികളായ നായന്മാര് കരിയോഗത്തിന്റെ ബോർഡും വെച്ച് ബസ്സും പിടിച്ചുകൊണ്ട് പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തിനാ പോയെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു പോക്കുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആ വാക്ക് പറയാൻ പറ്റത്തില്ല, ഇന്നാരും കൊല്ലത്ത് പോയി എന്തിനാണെന്ന് അറിയത്തില്ലെന്ന് എന്ന് പറയുന്നത്. ഈ നായന്മാരിങ്ങനെ നടക്കുമോ ഇതിന്റെ പുറകിൽ, ഇപ്പൊ കിട്ടും, ഇപ്പൊ പിന്നെ ആടിന്റെ പുറകിലെങ്ങാണ്ട് പോയ കുറുക്കന്റെ അവസ്ഥ, ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുമെന്ന്. എത്ര വർഷമായിട്ട് ഈ സമുദായത്തെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ എന്റെ അഭിപ്രായം പറയാം. നമുക്ക് സുകുമാരൻ നായരെ പറ്റി മോശമായിട്ട് അഭിപ്രായം പറയണമെന്ന് എനിക്കില്ല. ഞാൻ പറയാറുള്ളത് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടില്ലെന്ന്, വിഷൻ ഉണ്ടെങ്കിൽ സുകുമാരൻ നായർ ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. കാരണം ഇത്രയും നായന്മാരെ, മന്ത്രിമാരെ എല്ലാവരും നിലയ്ക്ക് നിർത്തുന്നില്ലേ അങ്ങനെ? അപ്പൊ തീർച്ചയായിട്ടും അല്ല, ശരിക്കും നമുക്ക് തെറ്റുപറ്റുന്ന അദ്ദേഹത്തിന്റെ വിഷനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ വിഷൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ അവിടെ കയറ്റുക എന്നുള്ളതാണ് മിഷനും വിഷനും. അപ്പോ അത് അദ്ദേഹം ഭംഗിയായി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വ്യക്തമായ വിഷയമുണ്ട്. ഇപ്പൊ നോക്കൂ, അദ്ദേഹത്തിന് ഇപ്പൊ അടുത്ത കാലത്ത് കേൾക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ ഡയറക്ടർ പുള്ളിലേക്ക് എന്തോ ടെക്നിക്കൽ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ളത് കേൾക്കുന്നു. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഈ ബാക്കിയുള്ള അവൻ അല്ല, നമുക്ക് അതും അംഗീകരിക്കാം. കാരണം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം മക്കൾ ആ സ്ഥാനത്തേക്ക് വരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ SNDPയുടെ വൈസ് പ്രസിഡന്റ്, അച്ഛൻ ജനറൽ സെക്രട്ടറി, മോൻ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു. ഇത് മറ്റുള്ളിടത്തൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവര് സമുദായത്തിന് വേണ്ടിയാ നിൽക്കുന്നേ. അവര് 3 സ്റ്റാൻഡ് എടുത്തേക്കുന്നത്. ഒരാള് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ, അമ്മ വിശ്വഹിന്ദു പക്ഷത്തിന്റെ കൂടെ, മോൻ BJPയുടെ കൂടെ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അവരെല്ലാം ഡിമാൻഡ് ചെയ്യുന്ന ഒറ്റ കാര്യം എന്താണ്? ഞങ്ങൾക്കൊന്നും വേണമെന്നല്ല, ഞങ്ങളുടെ സമുദായത്തിൽ ഇന്നതൊക്കെ വേണമെന്നാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. ഇവർ പറയുന്നത് അങ്ങനെയല്ല. മുഖ്യമന്ത്രിയെ കാണാൻ പോയ മാറ്റർ അതാണ്, എന്റെ മകൾക്ക് അല്ലെങ്കിൽ സിൻഡിക്കേറ്റിലെ ഇതാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈസ് ചാൻസലർ ആക്കണം, അതിന് എന്റെ മകനെ നായന്മാരുടെ ഏത് ആവശ്യമാണ്? അല്ല, ഇദ്ദേഹം ഓപ്പണായിട്ട് പറയണ്ടേ, നായന്മാർക്ക് ഇന്ന ഡിമാൻഡ്സ് ഉണ്ട്. കേരളത്തിലെ അഷ്ടിക്ക് വകയില്ലാത്ത നായന്മാരുണ്ട്. ഒരു നിവൃത്തിയില്ലാത്ത കുടില് ജീവിക്കുന്ന 100 കണക്കിന് 1000 നായന്മാരുണ്ട്. അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പോയതാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ആളുകൾ നിൽക്കട്ടെ. ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവിടെ എങ്ങനെയോ ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നു, അതിനെ തൂത്തറിയേണ്ട ആൾക്കാര് അതിന് കുട പിടിക്കുന്നു. അപ്പൊ പ്രശ്നം ഗവൺമെന്റോ ഇതര സമുദായങ്ങളോ അല്ല. നമ്മൾ ഇതര സമുദായങ്ങളുടെ അടുത്ത് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഒരിക്കല് ഷാജി പറഞ്ഞു മതമാണ് പ്രശ്നം, അതോടെ വലിയ ചർച്ചയായി. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എന്റെ അഭിപ്രായം. ഷാജിക്ക് അത് ശരിയാണെങ്കിൽ നിങ്ങളും പറയണം മതമാണ് പ്രശ്നമൊന്നും. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തോട് ആഭിമുഖ്യം വേണം. സുകുമാരൻ നായർക്ക് അല്ലെങ്കിൽ NSSന് ഹിന്ദു മതത്തോടോ വല്ല ആഭിമുഖ്യം ഉണ്ടോ ഇപ്പോഴും? അടുത്ത കാലത്ത് ഒരു യോഗത്തിന് പബ്ലിക്കായിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ സെക്യുലർ ആണെന്ന്. അതെങ്ങനെ NSS എങ്ങനെ സെക്യുലർ ആവുന്നേ? നായർ സമുദായത്തിന്റെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദ നായർ കമ്മ്യൂണിറ്റി, ഫോർ ദ വെൽഫെയർ ഓഫ് ദ നായർ കമ്മ്യൂണിറ്റി. ഇതര സമുദായങ്ങൾ അവരുടെ കാര്യം നോക്കിക്കോളും, വഖഫ് അവരുടെ കാര്യം നോക്കിക്കോളും, സഭകൾ മത്സരിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി. ആകെ നായന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് ഏത്? NSS. അപ്പൊ അത് റീപ്ലേസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞങ്ങള് അതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. പിന്നെ തെരുവിളി അസോസിയേഷൻ നമ്മൾ നിൽക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തെരുവിളി അസോസിയേഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു. ഇതിൽ സുരേഷ് ഗോപി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നായർ സമുദായങ്ങൾ തന്നെ ശുദ്ധീകരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉടൻ അദ്ദേഹത്തെ ആരാണ് സുരേഷ് ഗോപി ഇവിടെ പിന്നെ ഉപരാഷ്ട്രപതിയെ കയറ്റാത്തത് നായയെ പെർമിറ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ വല്ല ഈ സുരേഷ് ഗോപിയെ പേടിക്കുന്നു, BJPയെ പേടിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഈ BJP അണികളിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 60% നായർ സമുദായാംഗങ്ങളാണ്. അത് സുകുമാരൻ നായരെ അംഗീകരിക്കുന്നവരും ആണെന്ന് തോന്നുന്നില്ല. സുകുമാരൻ നായർ പറഞ്ഞാലും വോട്ട് ചെയ്യാത്തവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ BJPയെ ബഹുദൂരം പിന്നിലേക്ക് മാറ്റി നിർത്തുന്നു, ബഹുദൂരം മാറ്റി നിർത്തുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു പേടി കൊണ്ടാണോ? ശരിക്കും BJPയെ പേടിക്കുന്നുണ്ടോ സുകുമാരൻ നായർ? അല്ല, അതിനകത്ത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ആ പ്രവൃത്തി. ഇത് അവിടാണ് ഞാൻ എന്റെ നേരത്തെയുള്ള ടോക്കുകളിലല്ലാതെ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് കോൺഗ്രസിന്റെ B ടീമായിട്ടാണ് കേരളത്തിൽ അവതരിച്ചോളൂ. ഇതിന്റെ അവതാരം അങ്ങനെയായിരുന്നു. മന്നത്ത് പത്മനാഭന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് കോൺഗ്രസിന്റെ B ടീമാണ്. മന്നത്ത് പത്മനാഭൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം തന്ത്രശാലിയായിരുന്നു. അദ്ദേഹം തന്ത്രപൂർവ്വമായിരുന്നു നിന്ന്
നമ്മുടെ സമുദായത്തിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, കോൺഗ്രസിൽ നിന്നിട്ടുള്ളത്. പക്ഷെ ഇവരുടെ കാലഘട്ടം വന്നപ്പം അതിന്റെ കാഴ്ചപ്പാട് മാറി, അത് വ്യക്തിപരമായി. അത് നമ്മളിനി എത്ര നല്ലതാന്ന് പറഞ്ഞാലും കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ കാലത്ത് തന്നെ അത് ആരംഭിച്ചു. നമ്മളത് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അതിശക്തനായ നേതാവായിരുന്നു, അങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ ഇതായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ലക്ഷക്കണക്കിന് നായന്മാരുടെ അടുത്ത് ഒരു വഞ്ചനാപരമായ നിലപാടല്ലേ എടുത്തത്. ഇപ്പൊ എല്ലാരും ഞാൻ ഉൾപ്പെടെ പറയാറുണ്ട് കെ കരുണാകരന്റെ ബുദ്ധി. കെ കരുണാകരൻ ബുദ്ധി കൊണ്ടുവന്നപ്പോ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഞാനൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ കാണിക്കേണ്ടത്. ഞാൻ വഞ്ചനാപരമായ നിലപാടെടുക്കാൻ പാടുണ്ട്. അപ്പൊ അദ്ദേഹം വഞ്ചനാപരമായ നിലപാടെടുത്തു. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി അധപ്പതനം. അപ്പൊ പിന്നെ അതിനെക്കാട്ടി മോശക്കാരായില്ല തൊട്ടിപ്പുറത്തിരുന്ന നാരായണ പണിക്കരും ഭാസ്കരൻ നായരും ആരാണ് നമ്മുടെ സുകുമാരൻ നായരും ഒന്നും. അവരുടെ ഒരു ആലോചനാ യോഗം, അവരെല്ലാം ആരോടൊപ്പം നിന്നു? തന്ത്രപൂർവ്വം NDP ഉണ്ടെങ്കിൽ കുറച്ചുനാൾ NDPയോടൊപ്പം അവർ നിൽക്കുന്നു. NDP പിരിച്ചുവിട്ടിട്ട് അവർ കോൺഗ്രസിൽ ലയിക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള NDP ആയിട്ടുള്ള ചതി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണത്. അതിന് സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മന്ത്രിമാര് അവരോട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറി എന്നുള്ളതായിരിക്കും സത്യം. അപ്പൊ ഈ പറയുന്ന മൈൻഡിന്റെ നിയന്ത്രണത്തിൽ വന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? അത് പിരിച്ചുവിട്ടിട്ട് കോൺഗ്രസ്സുകാരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി MLA വേണ്ട, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് തന്നാൽ മതി. ആർക്ക്? അതാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പറഞ്ഞത്. ഞങ്ങൾക്കൊരു താക്കോൽ വേണം, ഞങ്ങൾക്കൊരു താക്കോൽ ഇടാൻ ഒരു സ്ഥാനം വേണം. എന്റെ മരുമോൻ ഞാൻ രമേശ് ചെന്നിത്തല അങ്ങോട്ട് അയക്കുന്നുണ്ട്, താക്കോൽ അവന് കൊടുക്കണം. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അന്ന് എന്ത് ചെയ്തു? ആഭ്യന്തര വകുപ്പിന്റെ താക്കോൽ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ലേ, അന്താരാഷ്ട്ര സമൂഹമൊക്കെ. നമ്മളെന്താ നിസ്സാരമായിട്ട് കാണുന്നേ? അപ്പൊ നമ്മളുടെ വീഴ്ചയാണിത്. എന്റെ അഭിപ്രായത്തിൽ നായർ സമുദായത്തിന്റെ വീഴ്ചയാണ് ഈ പ്രശ്നങ്ങൾക്ക് മൊത്തം കാര്യം. അതുകൊണ്ട് നായർ സമുദായം എണീക്കാൻ തയ്യാറാണ്. രണ്ടും സുകുമാരൻ നായരെ അവിടെ വെച്ചേക്കുന്നത് തന്നെ, സുകുമാരൻ നായരെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് നായന്മാരുടെ വീഴ്ചയാണ് എന്നാണ് അങ്ങ് പറയുന്നത്. അല്ല, സുകുമാരൻ നായർ മാത്രമല്ല പ്രശ്നം. സുകുമാരൻ നായർക്ക് ശേഷം അയാൾ വരാൻ പോകുന്ന ആരാ? അതിനെക്കാട്ടി കഞ്ഞിയായിട്ടുള്ള ഒരുത്തനായിരിക്കും. ആ വാക്ക് തന്നെ ഉപയോഗിക്കാം. അതിനകത്ത് ആണുങ്ങളായിട്ടുള്ള ഏതെങ്കിലും ഒരുത്തന ഡയറക്ടറുകളുണ്ടോ? പറ, ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? പറയൂ. ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? നട്ടലുള്ള വഴപ്പിണ്ടി വെച്ചിട്ടുള്ളവനല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ അതിനകത്തുണ്ടോ? അങ്ങനെയുള്ളവരൊക്കെ പുറത്തു പോയിട്ടുണ്ട്. അഭിപ്രായമുള്ളവര് അങ്ങനെയുള്ളവരെല്ലാം പുറത്തു പോയിട്ടുണ്ട് അതിനകത്ത്. തന്റെ കലഞ്ഞൂർ മധുവിന്റെ നേതൃത്വത്തിൽ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തു. അദ്ദേഹം ഒരു നിലപാടെടുത്തിരുന്നു. ആ നിലപാട് കുറച്ചുകൂടെ, പക്ഷെ അവർക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറയാം. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു. ഞാൻ ഈ പുറത്തു പോയ ഡയറക്ടറുമായി പലരും ബന്ധപ്പെട്ടപ്പോഴേ ഇവർക്ക് ആർക്കും ഇവരുടെ സ്ഥലത്ത് സ്വാധീനമോ കാര്യങ്ങളോ ഒന്നും വളരെ കുറവാണ്. ഞാൻ കലഞ്ഞൂർ മധുവിന്റെ കാര്യം പറഞ്ഞല്ല, ജനറലി ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോഴേ ഇവർക്ക് കൃത്യമായിട്ട് ആളുകൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇപ്പൊ പുറത്താണെങ്കിൽ ഷൊർണൂർത്ത് ഹരിദാസ്, പ്രൊഫസർ ഹരിദാസ് ഉണ്ട്, അതുപോലെ കലഞ്ഞൂർ മധുവുണ്ട്. കൊട്ടാരക്കരയില് 2.5 കോടി രൂപയാണ് തന്റെ സ്വന്തം കയ്യിൽ നിന്ന് കൊടുത്ത് അവിടെ ഹോസ്റ്റൽ പണിഞ്ഞ ഹൈലാൻഡ് രാജേന്ദ്രൻ നായരുണ്ട്. മാവേലിക്കരയിൽ ഒരു ഡയറക്ടർ കൂടമുണ്ട്. എന്റെ താലൂക്കിൽ ഒരു റിട്ടയർഡ് ഡിവൈഎസ്പി ഉണ്ട്. ഇവരെല്ലാം കൊല്ലത്തടുത്ത കാലത്ത് കൊല്ലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ, അയാള് വർഷങ്ങളായിട്ട് അവിടെ താലൂക്കിന്, അയാളെ പുറത്താക്കി. അങ്ങനെ മുഴുവൻ ആളുകളെയും പുറത്താക്കിയിട്ട് തന്റെ ഇംഗിതക്കാരെ താൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ അടുത്ത കാലത്ത് ഒരാളുടെ ഡയറക്ടർ ബോർഡ് അങ്ങോട്ട് ഞങ്ങളുടെ ആ ഭാഗത്ത് നിന്ന് എടുത്ത് പെടലി ഇങ്ങനെ നൂത്ത് നടക്കത്തില്ല, അത് എങ്ങനെ കുനിയെ നടക്കത്തുള്ളൂ. അപ്പൊ പെടലി നോക്കുന്ന ഒരുത്തനെയും അവിടെ തന്നെ ഒരാൾ രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ തന്നെയാ, ചില രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ തന്നെയാ. കേരളത്തിലെ മൊത്തത്തിലെ അവസ്ഥ അങ്ങനെ തന്നെയാ. എന്നിട്ട് ഇവര് നാട്ടിൽ മൊത്തം തന്നെ ഉദ്ഘാടനം ചെയ്യുക. താലൂക്കുകളിൽ ഉദ്ഘാടനവും കരയോഗ ഉദ്ഘാടനവും വാർഷിക ഉദ്ഘാടനം, ഇതൊക്കെ നായന്മാരുടെ എന്ത് ബന്ധം? അതുകൊണ്ട് അതാണ് ഇതിന്റെ അവസ്ഥ. യഥാർത്ഥത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇപ്പൊ ഒരു ചെറിയ വ്യത്യാസം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ BJP ചില ചാനലുകളൊക്കെ പ്രചാരണം നടത്തുന്ന BJP NSS പിടിച്ചെടുക്കാൻ പോകുന്ന തരത്തിലാണ്. അതിലെന്തെങ്കിലും സത്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, BJP NSS പിടിച്ചെടുക്കാൻ അതൊന്നും അല്ല. BJPക്ക് അങ്ങനെ NSS പിടിച്ചെടുക്കാൻ പറ്റും? ഞാൻ ഇന്നലെ പറഞ്ഞത് ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കാൻ, BJP തന്നെ നടത്താൻ അവർക്ക് പറ്റുന്നില്ല. അല്ല, നിയമപരമായിട്ട് ഇതിനെ കഴുകി വെളുപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ BJPയുടെ നേതാവ്, ഒരു മുൻ ഗവർണറാ. ആരാണ്? നിങ്ങൾക്ക് എന്റെ സംഘടനയിൽ അദ്ദേഹം പറഞ്ഞു വിട്ടു, ഞങ്ങളുടെ ഒരു ഓഫീസ് പേരിനെ എനിക്ക് പുറത്താക്കണ്ട വന്നു. എന്താ പറഞ്ഞിട്ട്?
ആ പാവപ്പെട്ട സുകുമാരൻ നായരെ ദ്രോഹിക്കരുത്. എന്റെ സംഘടനയ്ക്കകത്തുള്ള ഒരു ഭാരവാഹി അടുത്ത് ഈ മുൻ ഗവർണർ പറഞ്ഞു വിടുവാണ്. അപ്പൊ പിന്നെ ഞാൻ അയാളെ പുറത്താക്കണമെന്ന് സംഘടനയിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ BJPക്ക് വേണ്ട, ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥാനാർത്ഥി നിന്നില്ലേ? ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥാനാർത്ഥി BJP വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അയാൾ നേരം വെളുത്ത് വൈകിട്ട് വരെ സുകുമാരൻ ചേട്ടാ എന്നിട്ട് നായന്മാർ വോട്ട് ചെയ്തോ? പറയൂ. വളരെ ഗൗരവമായിട്ട് എടുക്കണ്ട. ഇപ്പൊ സുരേഷ് ഗോപി ഡൽഹിയിൽ സംസാരിച്ചു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹം ഡൽഹിയിൽ പരാമർശിച്ചു. എന്താ കേരളത്തിൽ നടന്നേ? രാജീവ് ചന്ദ്രശേഖരൻ പറയും ഇതുപോലെ നല്ല അച്ചടക്കമുള്ള സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും ആ ചേട്ടനും ഒരുപോലെ സാമൂഹ്യ സേവനം ചെയ്യുന്നത്. അപ്പോഴാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സാമൂഹ്യ സേവനം ഇങ്ങനെയാണെന്ന് ഞാൻ അറിയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സുരേഷ് ഗോപി ഗൗരവത്തെ പറഞ്ഞു ഡൽഹിയില്. ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് എന്നെ പോലെ തന്നെ സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരാളാണ് ആര്? സുകുമാരൻ ചേട്ടൻ. ഇവിടുത്തെ BJPക്കാരുടെ നിലപാടെന്താ? മാർക്സിസ്റ്റുകാർക്കൊന്നും ഇല്ലെങ്കിൽ നേരത്തെ ഒരു നിലപാടുണ്ടായിരുന്നു. അവരുടെ കൂടെ അല്ലായിരുന്നു NSS. അവര് വിരട്ടി ഉരുട്ടി എന്തായാലും ഇപ്പൊ അവരുടെ കൂടെ കൊണ്ടെത്തിച്ചു. ഈ കഴിഞ്ഞ ശബരിമല മുതൽ ഇങ്ങോട്ട് പണ്ട് കോൺഗ്രസ്സുകാരുടെ B ടീമായിരുന്നു. അപ്പൊ രമേശ് ചെന്നിത്തലയെ എങ്ങനെയെങ്കിലും സ്ഥാനത്ത് കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്തിൽ ആ ഉദ്ദേശമുണ്ട്. അത് നടക്കത്തില്ലെന്ന് വന്നപ്പോൾ ബാക്കിയുള്ള കക്ഷികളെല്ലാം അത് പോയി. പിന്നെ BJPയില് നമ്മൾ ഗൗരവത്തെടുക്കേണ്ട ഒരു മാറ്റർ, BJP വളരെ നിസ്സംഗതയോടുകൂടിയുള്ള ഒരു നിലപാടാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. ഒരിക്കൽ പോലും ഒരു ഹിന്ദു എന്ന് പറയാനുള്ള മര്യാദയോ തന്റെ ഇടമോ ആര് കാണിച്ചിട്ടില്ല? സുകുമാരൻ നായർ കാണിച്ചിട്ടില്ല. എന്നും ഹിന്ദുത്വത്തിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് സുകുമാരൻ നായർ. ഞങ്ങൾ സെക്യുലർ ആണെന്നാണ് പറയുന്നത്. അത് കോൺഗ്രസിന്റെ അജണ്ടയാണ്. അപ്പൊ ഒരിക്കലും അതിന് നിന്ന് കൊടുക്കുന്ന പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു 40 വർഷം മുമ്പ് ആ നിലപാടിനെതിരെ സ്വതന്ത്രമായി കരിയോഗം ഉണ്ടാക്കിയ ആളാണ് ഞാൻ എന്റെ നാട്ടിൽ. ബിഫോർ 40 years. ഞങ്ങളുടെ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ നാട്ടിലെ NSSന്റെ കരിയോഗത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് 150 വീട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് NSSന്റെ ഹിന്ദു വിരുദ്ധ നിലപാട്, NSSന്റെ ഹിന്ദു വിരുദ്ധ നിലപാടാണ് ഇന്നത്തെ ഹിന്ദു വിരുദ്ധ നിലപാട്. NSS ഹിന്ദു കോളേജ് വീര സവർക്കറിനെ അവിടെ സ്വീകരിച്ചത്, ഗുരുജി ഗോൾവൽക്കറുമായിട്ടുള്ള ബന്ധം, നമ്മുടെ വിവേകാനന്ദ പാറയുടെ ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹിന്ദുക്കളുടെ മുഴുവൻ കാര്യങ്ങൾക്കും വേണ്ടി നിന്നിരുന്ന മന്നത്ത് പത്മനാഭനെ വിസ്മരിച്ചുകൊണ്ട് ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ വളരെ രസമാണ്. NSSന്റെ രൂപീകരണം എങ്ങനെയാണെന്ന് ഈ നാടൻ ഭാഷ പറഞ്ഞ ABS ശിരോമണികൾക്ക് അറിയത്തില്ലല്ലോ. ശ്രീല കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി? ചങ്ങനാശ്ശേരിയിൽ പണ്ട് രാജാവിന്റെ തിരുനാളാഘോഷം ഉണ്ടായിരുന്നു. അതിൽ 3 സമ്മേളനത്തിലും ക്രിസ്തു മതത്തിലുള്ള അച്ഛന്മാര്, എന്താണ് അച്ഛന്റെ പേരുണ്ട്, ആ അച്ഛൻ അധ്യക്ഷത വഹിച്ചപ്പോഴാണ് കൈനിക്കര കുമാരപിള്ളയുടെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി മന്നത്ത് വീട്ടിലേക്ക് പോയി ഇത് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു പഴയ ഒരു കാര്യം ശ്രീലങ്കി ശ്രദ്ധയപ്പെടാത്ത ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ ഒരു 10-12 വർഷം മുമ്പ് പ്രസംഗിച്ചതാണ്. എന്താണ് ഇതിന്റെ 100ാം വർഷം ഉദ്ഘാടനം ചെയ്ത ആരാന്ന് ശ്രീലങ്കി അറിയാവോ? ഇവന്റെ വിവരക്കേടിന് ഇനി നമ്മൾ ഭാഷ മാറ്റി ഇവന്റെ വിവരക്കേടിന് ഇതിൽ കൂടുതൽ ഒരെണ്ണം വേണോ? അന്ന് ഈ രാജ്യത്തെ ഒരു പുതിയ ഹിന്ദു ഗവൺമെന്റ്, ഹിന്ദു ഇസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉള്ളപ്പോഴേ നമ്മൾ മതത്തിനെതിരായിട്ടൊന്നും പറയല്ലോ. ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഭൂമിക്കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന മാർ ആലഞ്ചേരിയെ വിളിച്ചോണ്ട് വന്ന ഉദ്ഘാടനം ചെയ്തു. ആനിവേഴ്സറി 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് തന്റെ കൂട്ടുകാരനായ തന്നോടൊപ്പം കച്ചവടക്കാരനായ ക്രിസ്തുമതം തന്നെ പലപ്പോഴും തള്ളി പറയുന്നുണ്ട്. ക്രിസ്തുമതം കേസായി, വഴക്കായി, കോടതിയായി. ആ മാർ ആലഞ്ചേരിയെ കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ 100ാം വാർഷികം. നമുക്കൊരു ക്വാളിറ്റി വേണ്ടി. ഇപ്പൊ NSSന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. ഇപ്പൊ പണ്ടത്തെ നമ്മുടെ പാരീസ് മിഠായി പോലെയൊക്കെയാണ്. മന്നത്ത് പത്മനാഭന്റെ ചെറുമക്കൾക്ക് പോലും അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. അല്ല, അതിനെപ്പറ്റി പറയാം. യഥാർത്ഥത്തിൽ ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇതിന്റെ നേതൃസ്ഥാനത്തെത്തി ഈ നേതൃത്വം ഏറ്റെടുത്ത് ഇവരെ പുറത്താക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്? അതിനാളുണ്ട്. ഞാൻ ഇന്നലെ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കോട്ടയത്ത് ആർപ്പൂക്കര എന്ന് പറയുന്ന സ്ഥലത്ത് മന്നത്ത് പത്മനാഭന്റെ ചെറുമകനുണ്ട്, ഡോക്ടർ ബാലചന്ദ്രൻ. അദ്ദേഹം ഗൈനക്കോളജിസ്റ്റ് ആണ്, കോട്ടയത്തെ പ്രമുഖനായ ഡോക്ടറാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടാണ്, ആ കരയോഗത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഇന്നലെ എന്റെ യാത്ര തുടങ്ങുന്നത് തന്നെ. അവരൊക്കെ പൂർണ്ണമായിട്ട് ഇവരുടെ നിലപാടുകൾക്കെതിരാണ്. അപ്പൊ ഡോക്ടർ ബാലചന്ദ്രനെ പോലുള്ളവർ പ്രായമായാണ്, എന്നാലും അവർക്ക് അവിടെ ചെന്ന് പുഷ്പാർച്ചന നടത്താൻ പറ്റത്തില്ല.
സ്വന്തം അപ്പൂപ്പന്റെ സ്ഥാനത്ത് വീട്ടിൽ പുഷ്പാർച്ചന നടത്താൻ പറ്റത്തില്ല, കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അതിന് കാവലായിട്ട് ഒരാളുമുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇപ്പൊ കാവലിരിക്കുന്ന ആളുടെ പേര് അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്നത്. എങ്ങനെയുള്ള ആളാണ്, വേറെ ആ സൈസുള്ള ആളുകളെ അവിടെ കയറ്റത്തില്ലെന്ന് അദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ല? അവിടെ പരിശോധിക്കാൻ ഞാൻ പറഞ്ഞ ആളുകളല്ല, അവിടെ പരിശോധിക്കാൻ ആരാണ്ടെ കൊണ്ടുവന്നാൽ പറ്റത്തില്ല. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് ഞാൻ ആ പേരൊന്നും ഉപയോഗിക്കത്തില്ല. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് വേറെ ഒരുത്തരും കയറി ഇവിടെ പരിശോധിക്കാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ കയറ്റാത്തതും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ കയറ്റാത്തതും. ഇത്രയും മണം പിടിക്കാൻ, സകല എണ്ണത്തിന്റെയും മണം പിടിച്ച് വർഷങ്ങളായിട്ട് കഴിവുള്ള ഞാൻ ഇവിടെ ഉള്ളപ്പോ വേറെ ആരാണ് അവിടെ മണം പിടിക്കാൻ പറ്റുന്നതെന്നാ ചോദിച്ചത്. മനസ്സിലായില്ലേ ശ്രീലെ കാര്യം? മനസ്സിലായില്ലേ ശ്രീലേക്ക് കാര്യം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്? അതെ അതെ അതെ, എനിക്ക് മനസ്സിലായി. അപ്പൊ അതാണ്. അപ്പൊ മന്നത്ത് പത്മനാഭന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനങ്ങൾക്ക് അതിശക്തമായ നേതൃത്വം കൊടുത്ത് ഇത് ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. കേരളവും അന്താരാഷ്ട്ര തലത്തിലുള്ള നായർ സമുദായം ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞു. ഞങ്ങൾക്കത് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ടാർഗറ്റ് സുകുമാരൻ നായരല്ല, ഞങ്ങളുടെ ടാർഗറ്റ് റിവൈവ് ദ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരാളിനെ എതിർക്കാൻ പോകുമ്പോൾ കൊള്ളാം, നമുക്ക് പറ്റിയ ഒരു എതിരാളി വേണം. ഞങ്ങൾക്ക് ഇന്ന് വരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടെ വെച്ചുകൊണ്ട് ഇത് തപ്പിക്കൂട്ടി ഇതങ്ങോട്ട് എല്ലാ കൂടും കൂടൊക്കെ എടുത്ത് നമുക്ക് അറിയാവുന്ന കാര്യമേ ഉള്ളൂ. ചിലപ്പോൾ നിയമപരമായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമായിരിക്കും. പക്ഷെ ജനങ്ങൾ തയ്യാറാകണം. ജനമാണ്, നായന്മാർ തയ്യാറാകണം. അതിന് ഫേസ്ബുക്കിൽ കുറച്ചാലൊന്നും പറ്റത്തില്ല, വാട്സാപ്പിൽ ഒന്നും. സംഘടനാപരമായിട്ട് സംഘടിച്ച് മുന്നോട്ട് വരണം. അതിന് നിങ്ങൾ തയ്യാറായതുകൊണ്ട് ശ്രീല പിള്ള എന്നല്ലേ, ശ്രീല പിള്ളയൊക്കെ മുന്നോട്ട് വരണമെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഉള്ള ഒരു 10,000 വനിതകൾ ചെന്നിട്ട് അച്ഛനോടും മക്കളോടും ഒക്കെ ആദ്യം മാന്യോട്ട് പറയും, ഇറങ്ങിപ്പോവും, ഇത് നായന്മാരുടെ സ്വത്താണ്, നിങ്ങൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നമ്മള് പോലീസിന്റെ ഭാഷയിൽ, കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബലം പ്രയോഗിച്ചിറക്കേണ്ടി വരും. എന്തുകൊണ്ട് ബലം പ്രയോഗിച്ചിറക്കൂടാ? നിയമം അനുവദിക്കുന്നുണ്ടല്ലോ, നിയമം അനുവദിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ബലപ്രയോഗം നടത്താമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. ക്രിമിനൽസിന്റെ അടുത്ത് ബലപ്രയോഗം നടത്താം. ഇത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ഇത് ക്രിമിനൽ പ്രവർത്തനമാണ്. ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന തോന്നിവാസം ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ? ഇത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ആ ഗൗരവത്തിലെ കാണും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ സ്ത്രീയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും പിള്ളേന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് നോക്കാം. തീർച്ചയായും. ഏതായാലും അത്തരം ശ്രമങ്ങൾ ഉണ്ടാവട്ടെ. ഒരു സമുദായത്തിന്റെ അന്തസ് കെടുത്തുന്ന, സമുദായത്തിന് ഒന്നും നേടാൻ കഴിയാത്ത നേതൃത്വങ്ങൾ ഒരു കാലത്തും അവിടെ തുടരരുത്. സമുദായത്തിന്റെ അന്തസ്സെങ്കിലും നിലനിർത്താൻ കഴിയുന്ന നേതൃത്വം മാത്രമേ അവിടെ തുടരാവൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങയുടെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ തുടരട്ടെ, എല്ലാ ശ്രമങ്ങളും വിജയിക്കട്ടെ. സന്തോഷം. നമസ്തേ.